അങ്ങനെ ഓണത്തിന് നമ്മൾ ചേന പറിക്കുന്ന വീഡിയോ ആണ്. ട്രിനിഡാഡിലെ ചേന. എത്ര നാളായി വെച്ചിട്ട്? ഒരു കറിക്കുള്ള കിട്ടിയോ? നമുക്കിവിടെ ചേന ഉണ്ടാവത്തില്ല. ഇവിടെ എനിക്ക് കൂട്ടുകാരന് കൊടുത്തു. അവന് നല്ല മുഴുത്ത ചേനയുണ്ട്. എത്ര ഉള്ള കിട്ടിയല്ലേ? തേങ്ങയൊക്കെ കഴിച്ച് കിടക്കുന്നുണ്ടോ? ഇവിടെ തേങ്ങ നമ്മൾ പൈസ ഒന്നും കൊടുത്ത് മേടിക്കണ്ട കേട്ടോ. നമ്മുടെ നാട് പോലെ തന്നെ. അത് തന്നെ. കറിവേപ്പില, കോവയ്ക്ക. ഇവിടുത്തെ കോവയ്ക്ക് 2 തരം ഉണ്ട് കേട്ടോ. ഒന്ന് നല്ല കയ്പുള്ളതും ഒന്ന് കയ്പില്ലാത്തതും. ഇത് കൊള്ളത്തില്ലല്ലോ ഇത് കണ്ടിട്ട് അല്ലേ? എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡോട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ 26 ഇവിടെ ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഒരു ചേച്ചിയും ചേട്ടനുമുണ്ട്. മലയാളി ഫാമിലിയാണ്. അവരിവിടെ 10-20 വർഷം കൊണ്ട് സെറ്റിൽഡാണ്. ഞങ്ങൾ അവിടെ വന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് ഇന്നത്തെ ഓണത്തിന് ഫുഡ് ഉണ്ടാക്കുന്നതും എല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാം. ഇതാണ് നമ്മുടെ ചേട്ടൻ. എൻ്റെ ഡ്രീം വണ്ടിയാണിത്. ഒരു 2 വർഷത്തിനുള്ളിൽ ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കണം. എന്നിട്ട് ഇതൊക്കെ ഓടിച്ചങ്ങ് പോകണം കേരളത്തൂടെ. സൂപ്പർ. കണ്ടോ, ഇവിടെ നോക്കി നിൽക്കുമ്പോൾ മഴ പെയ്യും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നല്ല വെയിലായിരിക്കും, 5 മിനിറ്റുള്ളിൽ മഴയും പെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇലയൊക്കെ പറിച്ച് രാവിലെ തന്നെ ചിപ്പിച്ചേട്ടൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിയലിനും കൂട്ടുകറിക്കുള്ളതെല്ലാം പ്ലാന്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ പകുതി അരിഞ്ഞു കേട്ടോ. കന്നഡക്കാരുടെ ട്രഡീഷണൽ ഫുഡാണ് ഒബ്ബട്ട് എന്ന് പറയുന്ന സാധനം. അതുണ്ടാക്കാനുള്ള സാധനം അരിഞ്ഞു വെച്ചിരിക്കുന്ന. ഇതാണ് ഒബ്ബട്ട്. ഒബ്ബട്ടിനെ പറ്റി പറയൂ മോനെ. ഇതെന്താണിത്? മൈദ വന്നിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ബോളി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബോളി. ഒബ്ബട്ടൊക്കെ ഉണ്ടാക്കി ടയേർഡായി. ഒരു കട്ടൻ കാപ്പി കുടിക്കുകയാണ്. കറികളെല്ലാം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. എന്താ പണിയെടുത്ത ഒരാൾ നല്ല മഴ ഇന്ന് ഓണത്തിനിവിടെ. അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കിയാത്ത കൊള്ളാം. നൈസ്.
മോളെടുക്കുന്ന ഫോട്ടോ നമ്മൾ അർത്ഥമായിട്ട് തന്നെ ഒറ്റയ്ക്ക് എടുത്തോളൂല്ലോ. ഒറ്റ പോസേ വരൂ. അതൊക്കെ കിട്ടി. എങ്ങനെയുണ്ട്? കഴിച്ചോ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇവിടെ വന്ന് സഹകരിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ എന്റെ മോൾ എല്ലാവർക്കും. അപ്പൊ ഞാൻ എനിക്ക് ജിബിചേട്ടനെ പോലെ പ്രായം ഇല്ലെങ്കിലും പ്രായമായിട്ട് തോന്നിക്കും നിറച്ചാണ്. അപ്പം ഞങ്ങളെ വിളിക്കാൻ ക്ഷണിച്ച ജിബിചേട്ടന് കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ഓണത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവത് തങ്കക്കരയും എല്ലോളമില്ല പൊളിവത്. എല്ലാവർക്കും നമ്മൾ 3 പേര് തീർച്ചയായിട്ടും അതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെയൊക്കെ വിളിച്ച് സ്നേഹമല്ലേ. കാരണം നമ്മളെന്ന് പറഞ്ഞപ്പം ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് സൗത്തിൽ നിന്ന് വന്ന് ഞങ്ങളോട് കൂടെ വരുന്നു ഞങ്ങളെ ഇതാണ് ജിപ്സയെയും എനിക്ക് ഹൃദയംഗമായി നന്ദി നേരുന്നു. താങ്ക് യു ജിബി ചേട്ടാ ആൻഡ് സുചേച്ചി ആൻഡ് ഫാമിലി. അവർ വിളമ്പിക്കോളൂ. കണ്ടുകൊള്ളുക കളവണ്ടി കുതിരവണ്ടി സൈക്കിൾ വണ്ടി റിക്ഷാ വണ്ടി കളവണ്ടി കുതിരവണ്ടി സൈക്കിൾ വണ്ടി റിക്ഷാ വണ്ടി കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ള കോട്ടയം പട്ടണം നീ കണ്ടുകൊള്ളുക റിക്ഷാ വണ്ടി സൈക്കിൾ വണ്ടി റിക്ഷാ വണ്ടി വീട്ടുകാരുടെ തൊട്ടോർ വണ്ടി കോട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക ചോവറ്റ് പെണ്ണുങ്ങൾ അരി പറക്കുന്നു പൊടി പൊടിക്കുന്നു തൂക്കുന്നു മൂക്കള ചുറ്റുന്നു ഒട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക ഒട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക. അങ്ങനെ ഒരു കോട്ടയത്തിന്റെ പാട്ടുള്ള ഞങ്ങളുടെ കണ്ണൂരുകാരെ പറ്റി എന്തിനും പാട്ടുണ്ടോ? കണ്ണൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണമാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഭക്ഷണമല്ലേ? ഭക്ഷണം എല്ലാം തെയ്യങ്ങളുടെ നാട്. വിപ്ലവല്ലേ? വിപ്ലവം അതൊക്കെ പണ്ട്, ഇപ്പൊ ഒന്നുമില്ല. ശരിക്കും ഉറവിടം കണ്ണൂരാണ്. ശരിക്കും അല്ല ഏറുപടക്കം അടക്കൊക്കെ പൊട്ടിക്കുന്നു. അതൊന്നുമില്ല അതൊന്നുമില്ല. അതുപോലെ നമ്മുടെ കണ്ണൂര് നമ്മുടെ അച്ഛൻ അവിടെ ഉള്ള അറിയാം, കണ്ണൂരുകാരനാ. അല്ല നമ്മുടെ അവിടെ നല്ല കലാകാരുണ്ട്, കണ്ണൂരുകാർ നല്ല കലാകാരുണ്ട്, നല്ല രചന കർത്താക്കളുണ്ട്. കണ്ണൂര് ശരിക്കും ഒരു സാഹിത്യത്തിന്റെ ഒരു ഉറവിടം തന്നെ പറയാം. പിന്നെ സേമിയ പായസം, പാടിക്കോ, പാട്. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം, കയ്യിൽ കൈയും നട്ട് കണ്ണിൽ കണ്ണും നട്ട് മന്ത്രങ്ങൾ ചൊല്ലുന്ന നേരം
സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്ന തിരുവോ. എനിക്ക് അത് സാരമില്ല. അല്ല എന്റെ എല്ലാവരും മുഖമല്ല എടുത്തു, ഞാൻ എടുത്തോളാം. എല്ലാം എടുക്ക് കറിയൊക്കെ ആര് തിന്നും ആ പിന്നെ കൈ കഴുകിവിടാം. ടയേർഡായി തിന്ന് തിന്ന് ടയേർഡായി മതിയോ മാർഷൽ ആർട്സ്. ആ, എന്ത് വന്നപ്പോ നിർത്തി? അറിയാം അവൾക്ക്. എന്ത് വന്നപ്പോ നിർത്തി? അറിയാം. അവളെന്നെ ഒരു ദിവസം കാണിച്ചല്ലോ. ആ ടേബിളിൽ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ ഇവിടെ ഇരുന്ന് തിന്നാൻ പറ്റില്ല ഇഞ്ചി കറി സൂപ്പർ എല്ലാം അടിപൊളി സുചി തന്നെ എല്ലാം ഉണ്ടാക്കുന്നതാണ് നമ്മളെല്ലാം അരി കൊടുത്തു ചേച്ചി ഉണ്ടാക്കി മതി മതി പഴമുണ്ട് അപ്പൊ ഞാൻ ചേട്ടന് കഴിക്കാൻ അറിയത്തില്ല. പിന്നെ എലിശ്ശേരി ഉണ്ട്. പിന്നെ 60 വയസ്സ് വരെ ചേച്ചി കഴിച്ചോണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് ചേച്ചി ഇരുന്നു എന്തെങ്കിലും പറയണ്ട താങ്ക് യു എല്ലാവരും വന്ന് കഴിച്ചതിന് എല്ലാവരും നല്ല തൃപ്തിയായി എന്ന് പറഞ്ഞതിന് എനിക്ക് ഭയങ്കര സന്തോഷം. അടിപൊളി എല്ലാം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. എല്ലാം രാവിലെ എണീറ്റ് ഉണ്ടാക്കി ഞങ്ങൾക്കും അതെ ഇതുപോലെ എല്ലാവരും കൂടി കഴിക്കാൻ ആയുസ്സും ആരോഗ്യം തരണം. ഏയ് ജാരി, രജനി കണ്ടോ? മതി മതി. കരിഞ്ഞ കാണുന്നു. വയസ്സൊക്കെ കിട്ടിയല്ലോ അല്ലേ? നേരെ ഇരുന്നതാണ് ഇപ്പൊ ഇങ്ങനെയായി ദിവസം ഇന്ന് രാവിലെ 5 മണി തൊട്ട് എനിക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ആഹാരം കഴിച്ചിട്ട് വേഗം കഴിഞ്ഞിട്ട് ചമ്പരപ്പുഴ വേണ്ടിയിരുന്ന് പറ്റാത്തോണ്ട് എന്റെ കാലിട്ട് നീട്ടി വെച്ച്. സ്റ്റൂളും വെച്ചു കൊടുത്തു ആ, ഇനി എങ്ങനെ എണീക്കും അതാ ആരെങ്കിലും സഹായിക്കണം. ഞാൻ കണ്ടോ ഇരുന്നിരിപ്പ് കണ്ടോ? ഞാൻ കണ്ടോ? ഞാനും നോക്ക് ഒറ്റ ഇരിപ്പല്ലേ. എന്നെക്കാളും 10 വയസ്സിന് ഇടപ്പുള്ള മത്തായി ഇരിക്കുന്ന ഇരിപ്പ് നല്ലതായിട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാലും വന്ന് സഹകരിച്ച എല്ലാവർക്കും Oh my god, oh my god, oh my god, oh my മ്യൂസിക് നടന്നോണ്ടിരിക്കോ? ആരാ? സ്റ്റോപ്പ് പറഞ്ഞേക്കണം കേട്ടോ. സപ്പോർട്ടിംഗ് ക്യാരക്ടർ സ്റ്റോപ്പ്. ഓക്കെ സ്റ്റാർട്ട്.
പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്വന്തം ഭവനത്തിലോട്ട് പോവാണ്. ഞങ്ങൾ ഓണപ്പരിപാടി എല്ലാം കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി. ഇപ്പോൾ 7 മണിയായി സമയം. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ജിപ്സേനെ ഞങ്ങളെ കൊണ്ടുവിടും. പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിലതാ കുറേ തേങ്ങ. നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റേ കെട്ടിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ കുറേ കൊണ്ടുവന്നിരിക്കും. അതുപോലെ തേങ്ങ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് എല്ലാം ആയിട്ട് നമ്മൾ പോവാം. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.